നമസ്കാരം സർ. നമസ്കാരം. അഡ്വക്കേറ്റ് പ്രശാന്ത് കുറുപ്പ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം, സഹകരണ കൊള്ള നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കരുവന്നൂരൊക്കെയാണ് ഏറ്റവും അധികം ഒരുപക്ഷെ സമൂഹത്തിൽ അവിടെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ കേട്ടപ്പോൾ സമൂഹത്തിൽ ആഘാതം സൃഷ്ടിച്ച സഹകരണ കൊള്ളകളിലുണ്ട്. അത് CPM-നുണ്ടാക്കിയ ദോഷവും ചില്ലറയല്ല, തിരഞ്ഞെടുപ്പുകളിൽ അടക്കം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാവേലിക്കര താലൂക്ക് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടൊരു തിരിമറിയാണ്. 2016 കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തുന്നു. സ്വാഭാവികമായും പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അതിൽ അന്വേഷണം നടത്തുന്നു. ഈ തഴക്കര ശാഖയിലെ 60 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടുത്തെ മുഴുവൻ അക്കൗണ്ടുകളും മരവിപ്പിക്കുന്നു. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പിന്നെ നമുക്കറിയാമല്ലോ, ED ആണ് രംഗപ്രവേശം ചെയ്യുന്നത്. കേരളത്തിൽ പലയിടങ്ങളിൽ ഇത്തരത്തിൽ EDയുടെ അന്വേഷണം നടക്കുകയുമാണ്. അതുപോലെ തന്നെ ഈ തഴക്കര ശാഖയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2021 EDയുടെ അന്വേഷണം, അതിനെ തുടർന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DGPക്ക് പരാതിയുമായി ഒരു SP രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെതായി 8,28,000 രൂപയുടെ ഒരു അക്കൗണ്ട് അവിടെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത് തന്റേതല്ല. അദ്ദേഹം പറയുന്ന പരാതിയിൽ പറയുന്നത് തന്റേതല്ല. തന്നെ കുടുക്കാൻ മനഃപൂർവ്വം ചിലർ ഗൂഢാലോചന നടത്തുന്നു, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ചിലർ തന്നെ അങ്ങനെ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. എന്റെ ഒരു സംശയം, തീക്കട്ടയിൽ ഉറുമ്പരിക്കുമോ? പ്രത്യേകിച്ച് ക്രമസമാധാന പാലന ചുമതലയുള്ളവർക്ക് നേരെ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി പണം ഒളിപ്പിക്കാൻ, അവരുടെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി പണം ഒളിപ്പിക്കാൻ അങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ്. താങ്കൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയുമായി ബന്ധപ്പെട്ട്? നമ്മുടെ കേരള സംസ്ഥാനത്ത് ദേശസാൽകൃത ബാങ്കുകളെ പോലെ തന്നെ വിശ്വാസ്യത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്കൊരു വായ്പയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ പെട്ടെന്ന് സമീപിച്ചാൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു സമയത്ത് ദേശസാൽകൃത ബാങ്കുകൾ മുഖം തിരിഞ്ഞു നിന്നപ്പോഴും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒരുപാട് സമഗ്രമായ സംഭാവന നൽകിയിട്ടുള്ളതാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ. പക്ഷേ നമുക്കറിയാം, അടുത്ത സമയത്തായി ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ്, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത്തരത്തിലുള്ള നിരവധി കുംഭകോണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കരുവന്നൂരൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവങ്ങളാണ്. അതിലും ED അന്വേഷണം നടക്കുകയാണ്. പക്ഷെ കരുവന്നൂരെ ED അന്വേഷണത്തിനകത്ത് CPM ജില്ലാ കമ്മിറ്റിയുടേതടക്കമുള്ള പണം ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഇത്തരത്തിൽ കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സഹകരണ തട്ടിപ്പുകളും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട, അതിൽ മിക്കതിലും ഭരണസമിതി അംഗങ്ങൾ പ്രതികളാണ്, മിക്കതിലും ബാങ്ക് ജീവനക്കാർ പ്രതികളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സാഹചര്യം ലക്ഷ്മി പറഞ്ഞ ഈ മാവേലിക്കര താലൂക്കിലെ തഴക്കര സഹകരണ ബാങ്കിലുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2017 ആണ് ഈ മാവേലിക്കര താലൂക്കിന്റെ കീഴിലുള്ള ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്തൊരു ചെറിയ ക്രമക്കേട് കണ്ടെത്തുന്നത്. ആ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിനകത്ത് ലോക്കൽ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ തഴക്കര സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പുകളും വായ്പാ തട്ടിപ്പുകളും ഒക്കെ അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് DYSP ആയിരുന്ന, പിന്നീട് പ്രൊമോഷനായി SP ആയ, പിന്നീട് ഇപ്പോൾ കൺഫർ ചെയ്ത് IPS കിട്ടിയ ഈ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ട് അന്ന് മരവിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. ഈ ബാങ്ക് നിക്ഷേപം മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ IPS ഉദ്യോഗസ്ഥന് നോട്ടീസ് കൊടുക്കുകയും, എന്നാൽ അന്നൊന്നും യാതൊരു തരത്തിലുള്ള പരാതിയും പറയാതിരുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ കേരള പോലീസിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ, ആ IPS ഉദ്യോഗസ്ഥൻ ഈ കേസിന്റെ അന്വേഷണം, തഴക്കര ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെയും വായ്പാ തട്ടിപ്പുകളുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും അന്വേഷണം EDയിലെത്തിയപ്പോൾ ഒരു അസാധാരണമായ പരാതിയുമായി രംഗത്ത് വരികയും ഈ പണം തന്റെ അറിവോടെയല്ല നിക്ഷേപിച്ചത് എന്നുള്ളൊരു വിചിത്രവാദവുമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, UDF ഭരണകാലഘട്ടത്തിലോ LDF ഭരണകാലഘട്ടത്തിലോ ഒക്കെ തന്നെ ദുഷ്പേരുകൾ ഒരുപാട് സമ്പാദിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജേക്കബ് പുന്നൂസ് വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് അന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് അഴിമതികൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിലടക്കം വിജിലൻസ് റെയ്ഡ് ചെയ്യുകയും, ആ വിജിലൻസ് റെയ്ഡിനെ തുടർന്ന് വിജിലൻസിന്റെ പ്രഥമ പരിശോധനയിൽ, അല്ലെങ്കിൽ വിജിലൻസിന്റെ തുടർന്നുള്ള പ്രഥമ പരിശോധനയ്ക്ക് ശേഷമുള്ള വിശദമായ പരിശോധനയിൽ ഇദ്ദേഹം ഒരു അഴിമതിയുടേതായ ഒരുപാട് സംശയകരമായ സാഹചര്യം ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു.
അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഈ ഈ പരാതിയുമായി വരുന്നത്. തനിക്ക് ഈ അക്കൗണ്ടുമായി യാതൊരു, അദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടാണ്, അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ള ഈ നിക്ഷേപം അതും 1-2 രൂപയല്ല, ലക്ഷക്കണക്കിന് രൂപയാണ്. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപത്തിന്റെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ഒരു സാധാരണ നമുക്ക് ഒരു മലയാളിക്ക്, ശരാശരി മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിലെ ഈ നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പുകളും കുംഭകോണങ്ങളും അതുപോലെ തന്നെ വായ്പാ തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ശരിവെക്കുന്ന, അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത് അവസാനം പുറത്തു വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുമ്പ് കേരളത്തിലെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ അന്വേഷിച്ചപ്പോൾ തങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പ്രതിയാകും എന്ന ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെട്ടത്. ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകൾ കേരളത്തിലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുമ്പോൾ സുരക്ഷിതമാണ് എന്നുള്ള ഇത്രയും കാലത്തെ ഒരു ധാരണ ഇതോടുകൂടി പൊളിച്ചെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസാവഹമായ കാര്യം. യെസ്. മറ്റൊരു സംശയം കൂടി. കാരണം അദ്ദേഹം ഒരു പരാതി കൊടുത്തതാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് DGPക്ക്. അതിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കുമായി ബന്ധപ്പെട്ട ചിലർ തന്നെ അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് ഇദ്ദേഹം സംശയിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് DGPക്ക് കൊടുത്ത പരാതിയിൽ തുടരന്വേഷണം എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുമോ? കാരണം ഒരു കഴമ്പുമില്ലാതെ ഒരു പരാതി അങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം കരുവന്നൂരിലടക്കം ഈ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ പോലീസ് സേനയിൽ നിന്നും അടക്കം വലിയ രീതിയിൽ സഹായം കിട്ടിയിട്ടുണ്ട് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു വൻതോതിലുള്ള ഒരു ഭാരിച്ച ക്രമക്കേട് നടത്താൻ അവർക്ക് സാധിച്ചത്. അങ്ങനെ ഒരു സംശയം പൊതുസമൂഹത്തിന് എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട ചിലർക്ക് തന്നെ ഇത്തരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും തുടരന്വേഷണം നടന്നതായി അറിയുന്നു? തുടരന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ IPS ഉദ്യോഗസ്ഥന്റെ ഇപ്പോൾ കൊടുത്ത പരാതി. 2017 മുതൽ സംശയനിഴലുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥൻ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത്. അതും വെറുതെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതല്ലാതെ അതിൽ യാതൊരു വിധമായ തുടർ നടപടിയും ഈ ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ലോക്കൽ പോലീസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും പലപ്പോഴും അന്വേഷിക്കും. നമ്മൾ കേരളത്തിലെ പല സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പുകളും അതുപോലെ തന്നെ വായ്പാ തട്ടിപ്പുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത് ഏതെങ്കിലും സഹകരണ ബാങ്കിന് ഒരു ഓഡിറ്റ് സിസ്റ്റം ഉണ്ട്. സഹകരണ ബാങ്കിന് ഒരുപാട് സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ബോഡികൾ ഈ ബാങ്കുകളെ മോണിറ്റർ ചെയ്യാനും ബാങ്കുകളുടെ ദൈനംദിന പ്രവർത്തനത്തെ അവലോകനം ചെയ്യാനും ഉണ്ടായിരിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തകർച്ച അല്ലെങ്കിൽ ഒരു ബാങ്കുകളൊക്കെ പെട്ടെന്നാണ് പല ജില്ലയിലും സാധാരണക്കാരായ ആളുകൾ പെൻഷൻ കിട്ടിയ തുകയും പിന്നെ മക്കളെ വിവാഹം കഴിക്കാനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും ആവശ്യമായ പണങ്ങളൊക്കെ നിക്ഷേപിച്ചിരുന്ന ബാങ്കുകൾ ഒരു സുപ്രഭാതത്തിൽ തകരുന്നു. ഈ തകരുന്നത് എങ്ങനെ എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പോലീസിലെ ഉന്നതന്മാർക്കുള്ള പങ്ക് വളരെ വ്യക്തമാവുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ സഹകരണ ബാങ്കിൽ മാത്രമല്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രമുഖമായ ബാങ്കിന്റെ പേര് പറയാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം പോപ്പുലർ എന്ന് പറയുന്ന ഒരു ബാങ്ക് നിക്ഷേപകരെ വഞ്ചിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി. അതിൽ അന്ന് ഈ നിക്ഷേപകരിൽ പണം കിട്ടാനുണ്ടായിരുന്ന പ്രമുഖരായ ആളുകളിൽ പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്തിരുന്ന ഡിവൈഎസ്പിമാരുണ്ട്, ജില്ലയ്ക്ക് പുറത്തു ജോലി ചെയ്തിരുന്ന ഡിവൈഎസ്പിമാരുണ്ട്. പക്ഷെ ഇവർക്കാർക്കും പരാതി കൊടുക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കേരളത്തിൽ തൃശ്ശൂർ മേഖലയിൽ ഒരു ബാങ്ക് പ്രവർത്തിച്ചിരുന്നു. ആ ബാങ്ക് തകർന്നപ്പോൾ അതിലും ഉണ്ടായിരുന്നു IPS ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം പണം. അപ്പൊ ഇത് ഒരു വലിയ കണ്ണിയാണ്
ഇത് ഈ പ്രധാനമായിട്ടും ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് മറ്റ് അവിഹിത മാർഗങ്ങളിൽ കൂടി സമ്പാദിക്കുന്നത് വെളുപ്പിക്കാനായി സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായ വസ്തുത. ഈ കേസിൽ ഇപ്പം ഈ അന്വേഷണ ഈ കേസിലെ ഈ IPS ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം IPS കിട്ടുന്നതരം വരെ, കാരണം IPS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വരെ നമുക്ക് സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടാവുന്നത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണ് IPS. അപ്പൊ ഈ IPS കിട്ടുന്നിടം വരെ മൗനം പാലിച്ചിരുന്ന ഇദ്ദേഹം IPS കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ, അല്ലെ IPS കിട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പരാതി കൊടുത്തത്. അതും അടുത്തിടെ മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് അത് IPS കിട്ടുന്നിടം വരെ അദ്ദേഹം പരാതി കൊടുത്തില്ല? കാരണം IPS കിട്ടുന്നതിന് മുമ്പ് ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്റെ ഒന്നാതെ ജേക്കബ് തോമസ് വിജിലൻസ് DGP ആയിരുന്ന സമയത്ത് നടത്തിയ റെയ്ഡുണ്ട്. ആ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുണ്ട്. ഏറെ സർവീസ് ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അഴിമതിയുടെ ഒരുപാട് അഴിമതി കറകൾ ആ വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി സാഹചര്യങ്ങളിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഈ IPS ഉദ്യോഗസ്ഥർ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ നമുക്കറിയാം ശ്രീരാം വെങ്കട്ടരാമന്റെ കാര്യം ഉണ്ടായപ്പോൾ IAS അസോസിയേഷൻ രംഗത്ത് വന്നു. ഈ തൃശൂർ കളക്ടറുടെ വിഷയമുണ്ട്, PP ദിവ്യയുമായി ബന്ധപ്പെട്ട് തൃശൂർ കളക്ടറുടെ വിഷയം ഉണ്ടായപ്പോൾ IAS അസോസിയേഷൻ വന്നു. ഇതിലും വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലും ഈ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഉടനെ IPS കണ്ണൂർ കളക്ടറുടെ ഇതിലും ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ശക്തമായ അന്വേഷണത്തിലേക്കോ വരുമ്പോൾ തീർച്ചയായിട്ടും IPS അസോസിയേഷൻ രംഗത്ത് വരും. എന്നിട്ട് ഈ ആളിനെ, ഈ അഴിമതിക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു IPS കിട്ടിപ്പോയി എന്നുള്ളത് കൊണ്ട് ഈ IPS അസോസിയേഷനിലെ വളരെ സമർത്ഥന്മാരായിട്ടുള്ള ചെറുപ്പത്തിൽ തന്നെ IPS കിട്ടിയ ഉദ്യോഗസ്ഥന്മാരും ഭാരവാഹികളായിട്ടുള്ള ആ അസോസിയേഷന് തന്നെ വന്നു ചേരും. ഇത് ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും തട്ടിപ്പുകളുടെയും അന്വേഷണം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയപ്പോൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഈ IPS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തന്റേതല്ല നിക്ഷേപം, ലക്ഷക്കണക്കിന് രൂപ തന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.